നമസ്കാരം. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്, അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിമ്പിൾ പൊസിഷനായിരുന്നു. അതിൽ തന്നെ ഒരു പ്ലെയിൻ ആക്സ് പാരലായിട്ടും മറ്റേ പ്ലെയിൻ ആക്സ് പെർപെൻഡിക്കുലറായിട്ടും വരുന്ന രീതിക്കുള്ള പൊസിഷനാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഒരു പ്ലെയിനിന് ആക്സസ് ഇൻക്ലൈൻഡ് ആയിട്ട് വരികയാണ്, മറ്റേ പ്ലെയിനിന് പാരലൽ. ഈ രീതിക്കുള്ള പ്രോബ്ലങ്ങളാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ തറവായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻക്ലൈൻഡ് ടു ബോത്ത് ദ പ്ലെയിൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. എന്താ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഹെക്സഗൺസ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഇൻക്ലിനേഷൻ വരയ്ക്കുന്നത്, ഹെക്സഗൺ അല്ല, എങ്ങനെയാണ് ഒരു പോളിഗൺ വരയ്ക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഇൻക്ലിനേഷൻ നമ്മൾ നോക്കുന്നത്, വരയ്ക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഹിഡൻ എഡ്ജസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഹിഡൻ എഡ്ജസ് ആണ്. അത് വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഹിഡൻ എഡ്ജസ് മാർക്ക് ചെയ്യുന്നതിലാണ് ഇവിടെ മിക്കവാറും മാർക്ക് പോവാറുള്ളത്. അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം നമുക്ക്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ ഹെക്സഗണൽ പ്രിസം. ഹെക്സഗണൽ പ്രിസം ആണ്. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ ഷേപ്പ് എന്താ നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഓഫ് ബേസ് സൈഡ് 25 mm. ഓക്കെ, അല്ലെങ്കിൽ ബേസ് എഡ്ജ് എന്നും പറയാം. ബേസ് സൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ബേസ് എഡ്ജ് എന്നും ക്വസ്റ്റ്യനിൽ തരാം. 25 mm ആൻഡ് ആക്സിസ് 60 mm. ഓക്കെ, അപ്പോൾ ആക്സിസിൻ്റെ ലെങ്ത് എത്ര വന്നിട്ടുണ്ട്? 60 mm തന്നിട്ടുണ്ട്. ഓക്കെ, when it is resting on the ground, ശ്രദ്ധിക്കുക, ഇനിയാണ് ചേഞ്ച് വരാൻ പോകുന്നത്. ഇത്രയും ഡാറ്റ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്ത എക്സാമ്പിൾസ് പോലെ തന്നെയാണ് ഈ ഡാറ്റകളെല്ലാം. ഓക്കെ, പിന്നെ when it is resting on ground, റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ HP അല്ലേ? ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? HP ആണ്. ഓക്കെ, പാരലൽ ടു ഗ്രൗണ്ട് ആണ് HP, പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് ആണ് VP എന്നത്. അപ്പം റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട്. ഇവിടെ മുതൽ ശ്രദ്ധിക്കുക, ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ്, അതിൻ്റെ ഒരു എഡ്ജിലാണ് എന്തിൽ റെസ്റ്റ് ചെയ്യുന്നത്? HP-യിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് എന്നല്ല, എൻ്റെയർ ഫേസ് തന്നെ. ഇപ്പോൾ ഇതാണ് എൻ്റെ ഹെക്സഗണെങ്കിൽ എൻ്റെയർ ഫേസ് തന്നെ ഏതിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എൻ്റെയർ ഫേസ് തന്നെ HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? എൻ്റെയർ ബേസ് അല്ലെങ്കിൽ എൻ്റെയർ ബോട്ടം ഫേസ് തന്നെ ഏതിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടുത്തെ ചേഞ്ച് എന്താണ്? അതിൻ്റെ എൻ്റെയർ ഫേസ് ഇല്ല, ആ ഫേസിൻ്റെ ഒരു എഡ്ജ് മാത്രമാണ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം അവിടെ നിന്നാണ് വ്യത്യാസം വന്നു കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദി ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ ഒരു ഇൻക്ലിനേഷൻ വന്നു. നേരത്തെ ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നില്ല, 90 ഡിഗ്രി ആയിരുന്നു അത്. HP-ക്ക് റെസ്റ്റ് ചെയ്യുമ്പോൾ ആക്സിസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ഉണ്ടാവും, നമുക്കറിയാം. ആക്സിസ് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ അത് മാറി എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ വന്നു. ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ തന്നിരിക്കുകയാണ് നമുക്ക്. എത്രയാണ്? 30 ഡിഗ്രി എന്ന് പറയുന്ന ഇൻക്ലിനേഷനിലാണ് ആക്സിസ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതെന്താണ്? നമ്മുടെ VP-ക്ക് ഇത് പാരലാണ്. അപ്പോൾ VP-ക്ക് പാരലാണ്. ഓക്കെ, VP-ക്ക് ഇതെന്താണ്? പാരലലുമാണ്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ പാരലൽ ടു വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ആക്സിസ് ഇൻക്ലൈൻഡ് ടു വൺ പ്ലെയിൻ, inclined to one plane and parallel to the other എന്ന് പറയുന്ന കേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഇൻക്ലൈൻ ടു എന്താണ്? HP ആണ്. HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. പാരലൽ ടു VP ആണ് ഈ കേസിൽ. ഈ കേസിന്റെ കാര്യം പറയുന്നത് ഇൻ ജനറൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. ഈ കേസിന്റെ കാര്യം HP-ക്കാണ് എന്താ? ഇൻക്ലൈൻഡ്, VP-ക്കാണ് പാരലൽ എന്നാണ് ഈ കേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സിമ്പിൾ പൊസിഷൻ തന്നെ വരച്ചു തുടങ്ങാം. ഓക്കെ, അതായത് റെസ്റ്റിംഗ് ഓൺ HP. അപ്പോൾ ആദ്യം ഏതിലാണ് റെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കണം കേട്ടോ. ഇവിടെ നിന്ന് എനിക്ക് കിട്ടും. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ HP നമുക്ക്, കാരണം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ HP ആണ്. അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ്, അതിന്റെ സിമ്പിൾ പൊസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ബേസ് മൊത്തത്തിൽ HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു. ഇനി തന്നിരിക്കുന്ന റെസ്റ്റിംഗ് ഓൺ VP ഓൺ ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം? നമ്മൾ അതിൻ്റെ ബേസ് എഡ്ജ് മുഴുവനായിട്ടും VP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബേസ് എഡ്ജ് അല്ല, ബേസ് ഫേസ് മുഴുവനായിട്ടും എന്താണ്? നമ്മുടെ
വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എടുക്കണം. അതാണ് ഇവിടുത്തെ ആദ്യത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. എന്തിന്? സിമ്പിൾ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കും. ഒന്ന് സിമ്പിൾ പൊസിഷനും പിന്നെ ഒന്ന് ഇൻക്ലൈൻഡ് ആയിരിക്കുന്നു. അപ്പോൾ രണ്ടും ഒന്നിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോപ്പ് വ്യൂ, ബേസ് വരുന്നത് ഏത് വ്യൂവിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ HP ആയതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂവിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ബേസ് ഫേസുകൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം സിമ്പിൾ പൊസിഷൻ. ഓക്കെ, ശ്രദ്ധിക്കാം. ഒരു എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെയും വരയ്ക്കാം, ഹെക്സഗണിനെ ഇങ്ങനെയും വരയ്ക്കാം, അല്ലെങ്കിൽ ഹെക്സഗൺ എനിക്ക് എങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചൂസ് ചെയ്ത് എങ്ങനെയായിരുന്നു? പാരലൽ അല്ലെ, ഒരു എഡ്ജ് പാരലൽ ടു XY ലൈൻ ആണ്, ഒരു എഡ്ജ് പാരലൽ ടു XY ലൈൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മളോട് പറയും ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു XY ലൈൻ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യുക. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കാം, ഇതാണല്ലോ എഡ്ജ്, ഇത് എഡ്ജ്, ഇതൊക്കെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൊന വരുന്നതിനെയാണ് കോർണർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാണെന്ത്? കോർണർ. ഇതാണ് കോർണർ എന്ന് പറയുന്നത്. ആ കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കും. ഇതൊക്കെയാണ് എന്ത്? കോർണർ എന്ന് പറയുന്നത്. അതേപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് കോർണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എഡ്ജുകൾ, മറ്റത് കോർണറുകൾ. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ ഇവിടുന്ന് ഞാൻ ഈ പറയുന്ന രണ്ടിൽ ചൂസ് ചെയ്യുന്നു? ഇവനെ ചൂസ് ചെയ്യുമോ ഇവനെ ചൂസ് ചെയ്യുമോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ നോക്കാം. റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ്. ഒരു എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എഡ്ജ് വലതുവശത്ത് വരുന്ന രീതിക്ക്, എവിടെയാണ്? വലതുവശത്ത് ആ എഡ്ജ് വരുന്ന രീതിക്ക് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? ബേസ് ഫേസ് സെലക്ട് ചെയ്യണം. ഓക്കെ, അല്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, അപ്പോൾ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത് വിചാരിക്കും. ക്വസ്റ്റനിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റൻ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർണർ, ഏതെങ്കിലും ഒരു കോർണർ, ഇവിടെ ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ എന്താണ്? ഏതെങ്കിലും ഒരു കോർണർ, ഈ കാണിച്ചിരിക്കുന്ന കോർണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണർ റൈറ്റ് സൈഡിൽ വരുന്ന രീതിക്ക്. ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജ് റൈറ്റ് സൈഡിൽ വരുന്ന രീതിക്ക്, റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോർണർ റൈറ്റ് സൈഡിൽ വരുന്ന രീതിക്ക് വേണം നമ്മൾ ബേസിനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് നമ്മൾ ചൂസ് ചെയ്യും? ഇത് ചൂസ് ചെയ്യും. രണ്ടാമത്തെ നമ്മൾ ചൂസ് ചെയ്യും, ഇത് ചൂസ് ചെയ്യില്ല. എന്താ കാര്യം? റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് എഡ്ജ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, കോർണർ എന്നല്ല. അപ്പൊ ആ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതാണ് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എഡ്ജ് എന്താണെന്നും കോർണർ എന്താണെന്നും മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്രാം മൊത്തം മാറിപ്പോവും. എഡ്ജ് ലൈനാണ്, കോർണർ പോയിന്റ് ആണ്. എഡ്ജ് ലൈനാണ്, കോർണർ പോയിന്റ് ആണ്. റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജ് വലതുവശത്ത് വരുന്ന രീതിക്ക്, ഒരു എഡ്ജ് വലതുവശത്ത് വരുന്ന രീതിക്ക് ഈ കാണിച്ചിരിക്കുന്നത് 2 എന്ന് പറയുന്ന പൊസിഷൻ കാണിച്ചിരിക്കുന്നത് പോലെ വരയ്ക്കണം. ഇനി റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ എന്ന് പറയുന്നതെങ്കിൽ കോർണർ വലതുവശത്ത് വരുന്ന രീതിക്ക് ഈ 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ വരയ്ക്കണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ആണോ റെസ്റ്റിംഗ് ഓൺ കോർണർ ആണോ എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് എൻ്റെ XY. സോ ദിസ് ഇസ് മൈ XY. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആ ബേസ് സിമ്പിൾ പൊസിഷനിൽ ബേസ് ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ വരച്ച് തുടങ്ങേണ്ട എവിടെ നിന്നാണ്? എനിക്കറിയാം ഈ വശത്താണ് എന്ത് വേണ്ടത്, ഈ വശത്താണ് എനിക്ക് എന്ത് വേണ്ടത്? എഡ്ജ് പാരലായിട്ട് വരണമെന്ന് അറിയാം. അപ്പോൾ വരച്ച് തുടങ്ങേണ്ട ഒന്നുകിൽ ഇവിടുന്ന് വരച്ച് തുടങ്ങാം, എന്നിട്ട് ഇവിടുന്ന് 120 എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് 120 എടുക്കാം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് 120 എടുക്കാം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് 120 എടുക്കാം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് 120 എടുക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? അത് ഇങ്ങനെ നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ എഡ്ജിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ എഡ്ജിന്ന് സ്റ്റാർട്ട് ചെയ്ത് മിക്കവാറും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എഡ്ജിൽ നിന്നായിരിക്കും. ഇങ്ങോട്ട് 120 എടുത്തു. പക്ഷേ റൈറ്റ് സൈഡിലാണ് എപ്പോഴും പാരലായിട്ടുള്ള എഡ്ജ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വരണമെന്ന് എനിക്ക് അറിയാം. ഓക്കെ, അപ്പോൾ 120 എടുക്കുക, 120 എടുക്കുക, 120 എടുക്കുക. ക്ലിയർ ആണല്ലോ? അത് ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെക്സഗൺ വരച്ചു.
എങ്ങനെ വരച്ചു? ആദ്യം നമ്മൾ ഈ എഡ്ജ് വരച്ചു, അതിനുശേഷം 120 ആംഗിൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചു, 120 ആംഗിൾ, അങ്ങനെ മൊത്തം 120 ആംഗിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഈ എഡ്ജ് ലെങ്ത് എത്രയായിരുന്നു? എഡ്ജ് ലെങ്ത് എത്രയായിരുന്നു? 25 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 25 mm എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 25 mm എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസ് എഡ്ജ് എത്രയാണ്? 25 mm. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ആദ്യം പ്രിസമാണോ പിരമിഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. പ്രിസമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേരിട്ട് കൊടുത്തേക്ക് എന്താണ്? ഈ പോയിന്റ് എ ആണ്. മുകളിൽ നോക്കുമ്പോൾ ബി, സി, ഡി, ഇ, എഫ്. ഇനി എന്തുണ്ട്? താഴെയും ഇതേപോലെ ഒരു ഫേസ് ഉണ്ട്. ഓക്കെ, എഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? കോമ ജി എന്നിടാം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ജി എന്നിടാം. ഓക്കെ, ജി, എച്ച്, ഐ, ജെ, കെ, എൽ. ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എച്ച് പി ആണ്, കാരണം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഇത് വി പി ആണ്. അപ്പോൾ എച്ച് പിയിൽ എനിക്ക് എന്താ ആവശ്യമില്ല? പ്രൈം ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർക്കും. ഇനി എന്ത് ചെയ്യുക? ഇനി അടുത്ത കാണേണ്ടതിന്റെ സെന്റർ പോയിന്റ് ആണ്. എങ്ങനെ സെന്റർ പോയിന്റ് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈവൺ നമ്പർ ആണ് അല്ലേ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 ഫേസുകളാണ്, 6 എഡ്ജസുകളാണ്. 6 ഫേസ് അല്ല, 6 എഡ്ജസുകളാണ്. അപ്പോൾ എന്താണ് പ്രിസം എന്ന് പറയുമ്പോൾ ഫേസ് വരുന്നത്? ഓക്കെ, അപ്പൊ 6 എഡ്ജസ് ഉള്ളത് കൊണ്ട് തന്നെ ഈവൺ എഡ്ജസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഡയഗണൽസ് അല്ലേ? 2 ഡയഗണൽസ് വരച്ചാൽ മതി. ഓപ്പോസിറ്റ് കോർണേഴ്സ് എന്നുള്ള 2 ഡയഗണൽസ് വരച്ചാൽ മതി. എല്ലാം വരച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഡയഗണലുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എൻ്റെ എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എൻ്റെ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഇത് മായ്ച്ചു കളയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ സെന്റർ. എന്ത്? ഒ പി എന്ന് പറയുന്ന എൻ്റെ ആക്സിസിന്റെ ആക്സിസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? യൂഷ്വൽ പ്രൊസീജിയർ എന്താണ്? മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുക. ഇവനെ ഞാൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഓക്കെ, മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഇവനെ ഞാൻ എന്ത് ചെയ്യണം? മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ ഇവനെ ഞാൻ എന്ത് ചെയ്യണം? മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യും. ഓക്കെ, അവിടെ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടില്ല, കാരണം എല്ലാം പോയി മുട്ടുന്നത് ബി എന്ന് പറയുന്ന ബി അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, സാർ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. തന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൺവീനിയന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ പോയിന്റുകൾ എനിക്ക് മാർക്ക് ചെയ്യണം അല്ലേ? പോയിന്റുകൾ മാർക്ക് ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ഡയഗ്രം ഒന്നിങ്ങനെ മുകളിൽ വരച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ജസ്റ്റ് സൈഡിലൊന്ന് വരച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഇവനാണ് എ ബി സി, എങ്ങനെ വേണമെങ്കിൽ ഇരുന്നോട്ടെ കേട്ടോ. ഡി ഇ എഫ്. ഓക്കെ, പിന്നെയോ താഴെ ഇരിക്കുന്നവനാണ് ജി എച്ച് ഐ ജെ കെ എൽ. അപ്പോൾ ഞാൻ വരയ്ക്കേണ്ടത്, ഇവിടെ താഴെ മാർക്ക് ചെയ്യേണ്ടത് എ ബി സി ഡി എഫ് ആണോ അല്ല മുകളിലത്തെ ഇത്രയും മനസ്സിലായി, ഇത്രയും വരച്ചു വെച്ചാൽ മതി. ഓക്കെ, എ ബി സി ഡി എഫ് ആണോ അല്ല ജി എച്ച് മുതൽ എൽ വരെയുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ താഴത്തെ പോയിന്റ് ആണ്, താഴെ വരുന്നത് ജി എച്ച് പിന്നെ ഐ ജെ കെ എൽ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ വരച്ചത് കേട്ടോ. ഓക്കെ, വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് വരുന്നവനാണ് താഴത്തുള്ളത്, അവനെയാണ് താഴത്ത് എഴുതേണ്ടതെന്ന് ഓർത്താലും മതി. ഒന്നാമത് വരുന്നവൻ മുകളിലുള്ളവനാണ്, ഒന്നാമത് വരുന്ന എ ബി സി ഡി മുകളിലുള്ളവനാണ്, രണ്ടാമത് വരുന്ന അവനാണ് താഴെയുള്ളത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ അപ്പോൾ രണ്ടാമത് എന്ത് വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ഫിഗർ, ഈ വലതുവശത്ത് ഞാൻ ഇപ്പോൾ വരച്ച ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത് വരുന്നവനാണ് താഴത്തത്. അപ്പോൾ ഇവിടുന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു, ആദ്യം ഞാൻ കാണുന്നത് എല്ലിനെയാണോ ജി ആണോ? എല്ലിനെയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ എൽ കോമ ജി എന്ന് എനിക്കിടാം അല്ലെ? ഇവിടെ എനിക്ക് എന്തിടാം? എൽ കോമ ജി ഡാഷ് വേണം. ഓക്കെ, പിന്നെയോ ഇവിടെയാണെങ്കിൽ ഇ ഉണ്ട്, പി ഉണ്ട്, പി ആണ് താഴെയുള്ളവൻ അല്ലേ? ഇ ഉണ്ട്, പി ഉണ്ട്, കെ ഉണ്ട്, പി ഉണ്ട്, എച്ച് ഉണ്ട്. രണ്ടാമത്തവൻ എടുക്കണം എന്ന് പറഞ്ഞു അല്ലെ? കെ ഉണ്ട്, പി ഉണ്ട്, എച്ച് ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയുക? ഇവിടെ കെ കോമ കെനെയാണ് ഞാൻ ആദ്യം കാണുന്നത്, പി ഉണ്ട്, എച്ച് ഉണ്ട്, ഡാഷ് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ ഇവിടെ എന്തുണ്ട്? ജെ ഉണ്ട്, ഐ ഉണ്ട്. രണ്ടാമത്തവനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആദ്യം കാണുന്ന അറിയാം ജെ ആണ്. അപ്പോൾ ജെ കോമ ഐ. അപ്പൊ എല്ലാ പോയിന്റും ആയല്ലോ. ഈ പോയിന്റ് ആയിട്ടുണ്ട്, ഈ പോയിന്റ് ആയിട്ടുണ്ട്, ഈ പോയിന്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? മുകളിലേക്ക് നീട്ടി വരയ്ക്കാം. ഓക്കെ, മുകളിലേക്ക് ഞാൻ നീട്ടി വരയ്ക്കുകയാണ്. എത്ര ഡിസ്റ്റൻസിൽ വരയ്ക്കും? തന്നിട്ടുണ്ട്. എന്താണ് ആക്സിസിന്റെ ലെങ്ത് അല്ലേ? എന്താണോ പ്രിസത്തിന്റെ ലെങ്ത് അത് തന്നെയാണ് ആക്സിസിന്റെ ലെങ്ത് എന്ന് എനിക്കറിയാം. ഓക്കെ,
എത്രയാണത്? 60 ആണ്. 60യിലേക്ക് ഞാൻ ഇവനെ നീട്ടി വരച്ചു. ഇത് എത്രയാണ്? 60 ആണ്. 60യിലേക്ക് ഞാൻ ഇവനെ നീട്ടി വരച്ചു. ഇത് എത്രയാണ്? 60 ആണ്. സോ ദിസ് ഇസ് 60 mm. അതിനുശേഷം എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് 60യിലേക്ക് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? സെൻട്രലുള്ള ഇവനുണ്ട്. അപ്പോൾ ഇവൻ എന്താണ്? ബി എന്ന് പറയുന്ന എച്ച് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അവൻ പിറകിലാണ്, ഹിഡൻ ആണ്, ഡോണ്ടഡ് ആണ് വേണ്ടത്. ഒ എന്ന് പറയുന്ന ആക്സിസ് ഉണ്ട്, അവനും പിറകിലാണ്. ആരുടെ? കെ എന്ന് പറയുന്നവന്റെ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നവന്റെ അല്ലെങ്കിൽ കെ എന്താണ് എച്ച് എന്ന് എന്താണ് നമ്മുടെ കെ ഇ എന്ന് പറയുന്ന എഡ്ജിന്റെ പിറകിലാണ് ഒ പി എന്ന് പറയുന്ന ആക്സിസ് വരുന്നത്. അതിന്റെ പിറകിലാണ് എച്ച് ബി എന്ന് പറയുന്ന എഡ്ജ് വരുന്നത്. അപ്പോൾ പുറത്ത് ഏറ്റവും മുമ്പിലായിട്ട് എനിക്ക് ഈ വശത്ത് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും മുമ്പിലായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഇ കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ കെ ഇ എന്ന് പറയുന്ന ഒരു സോളിഡ് എഡ്ജാണ് കാണാൻ പറ്റുന്നത്. അതിന്റെ പിറകിലാണ് ബാക്കിയെല്ലാം ഉള്ളത്. അതുകൊണ്ട് എനിക്കത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇവൻ എന്താണ്? ആദ്യം കാണുന്നത് എഫ് ആണ് അല്ലെ? ഇനി ആദ്യത്തെ പോയിന്റ് എടുക്കുക. ആദ്യം കാണുന്നത് എഫ് ആണ്. അപ്പോൾ എഫ് കോമ എ ആണ് ഈ പോയിന്റ്. ഇവിടെയോ ആദ്യം കാണുന്ന ഇ ആണ്. ഇ കഴിഞ്ഞാലാണ് ഒ കാണുക, അത് കഴിഞ്ഞാലാണ് ബി കാണുക. ഇത് വേണം, എല്ലാത്തിനും ഡാഷ് വേണം. ഓക്കെ, പിന്നെ ഈ പോയിന്റ് എന്താണ്? ഡി കഴിഞ്ഞിട്ടാണ് സി കാണുക. അപ്പോൾ ഡി ഡാഷ് കോമ സി ഡാഷ്. നിങ്ങൾക്ക് കോമ സി ഡാഷ് ഇടാം അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇടാം. ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്തായി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സിമ്പിൾ പൊസിഷൻ ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യണം? ഇൻക്ലൈൻഡ്. എത്ര ആംഗിളാണ്? 30 ഡിഗ്രിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണെന്ന് കാണണം. അതിനുവേണ്ടി ഞാൻ എന്തെടുക്കുന്നു? ഈ പോയിന്റിനെ, കാരണം ഈ ഭാഗത്തേക്കാണ്, ഈ വശത്തേക്കാണ് ഞാൻ ഇൻക്ലിനേഷൻ കൊടുക്കാൻ പോകുന്നത്. ഈ ഭാഗത്തേക്കാണ് ഞാൻ ഇൻക്ലിനേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോയിന്റ് എക്സ് വൈ ലൈൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ വലതുവശത്തേക്കാണ് ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വലതുവശത്ത് നമ്മൾ ആ എഡ്ജ് വേണമെന്ന് പറഞ്ഞപ്പോൾ വലതുവശത്തേക്കാണ് നമുക്ക് ആ ഇൻക്ലിനേഷൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എക്സ് വൈ ലൈൻ്റെ മുകളിൽ തന്നെ ഉണ്ടായത് ജെ കോമ ഐ ഡാഷ് എന്ന് പറയുന്നത്. ജെ ഐ അല്ല, ജെ കോമ ജെ ഡാഷ് കോമ ഐ ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എന്താണത്? ജെ ഡാഷ് കോമ ഐ ഡാഷ്. ചില ബുക്കിൽ കാണാം J1 ഡാഷ് കോമ I1 ഡാഷ് എന്ന് കാണാം. നിങ്ങൾക്ക് 1 എഴുതുന്നുണ്ടെങ്കിൽ ഇടാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് ആദ്യം നമ്മൾ വരച്ചതിന് എല്ലാം 1 എഴുതുന്നുണ്ടെങ്കിൽ ഇടാം. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ജെ ഡാഷ് ഐ ഡാഷ് തന്നെ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ കോമ്പസിൽ ഈ പറയുന്ന ജെ ഡാഷ് ഐ ഡാഷ് മുതൽ എൽ ഡാഷ് ജി ഡാഷ് വരെ ഈ ലെങ്ത് ഇല്ലേ, ഈ ലെങ്ത് ഞാനിപ്പോൾ തിക്കൺ ചെയ്തിരിക്കുന്ന എക്സ് വൈ ലൈൻ്റെ മുകളിലുള്ള ഈ ലെങ്ത് എന്ത് ചെയ്യുക? നമ്മുടെ കോമ്പസിലെടുക്കുക. ഓക്കെ, കോമ്പസിലെടുക്കുക. കോമ്പസിലെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. കോമ്പസിലെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതിലെടുക്കാം? നമ്മുടെ സ്കെയിലിലെടുക്കാം. ഈ ലെങ്ത് കോമ്പസിലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം ഇത് കറക്റ്റ് എന്ത് കിട്ടില്ല, കറക്റ്റായിട്ട് നമുക്ക് ഒരു എന്താണ് 3 മില്ലിമീറ്ററിനോ അല്ലെങ്കിൽ 30 മില്ലിമീറ്ററിനോ എന്നുള്ള സെൻറ്റിമീറ്റർ നമുക്ക് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ കോമ്പസിലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. സാധാരണ നമ്മൾ പറയാറെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ വരയ്ക്കുന്നു. എങ്ങനെയാണ്? സച്ച് ദാറ്റ് ദിസ് വിൽ ബി എൽ ഡാഷ് ജി ഡാഷ് എന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ കോമ്പസ് എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണ്? കോമ്പസ് എടുത്തിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈനിനെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഈ ലൈന് മൊത്തമായിട്ട് ഒരു ആംഗിൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ക്ലിയർലി ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അത് ഇനിയുള്ളത് എനിക്ക് കുറച്ചുകൂടി മായ്ച്ചു കളയാനുള്ളതാണ്, അത് ഓർക്കണം. ഓക്കെ, ഇനി ഈ ആംഗിൾ അപ്പോൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 30 ആയിരിക്കുമോ? ഈ ആംഗിൾ 30 ആയിരിക്കില്ല. തന്നിരിക്കുന്ന ആംഗിൾ 30 ആയതുകൊണ്ട് ഇത് 90 മൈനസ് 30 ആയിരിക്കും. ഓക്കെ, സോറി, 60 അല്ല, 90 മൈനസ് 30 ഡിഗ്രി ആയിരിക്കും. അതായത് 60 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ആക്സിസും എൻ്റെ എഡ്ജും ആക്സിസും എൻ്റെ എഡ്ജും ഏത് ആംഗിളിലുള്ളത്? 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിലാണ് ആക്സും എഡ്ജും ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്താണ്? 90 ഡിഗ്രി വെച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? അപ്പം ഞാൻ എന്തെടുക്കണം? ഞാൻ ഈ ജെ ഡാഷ് ഐ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈൻ നീട്ടി വരയ്ക്കുമെന്ന് പറഞ്ഞു. ആ ലൈൻ ഞാൻ എടുക്കേണ്ട ആംഗിൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ആംഗിളിനെ 90യിൽ നിന്ന് കുറക്കുക. അപ്പോൾ 90 മൈനസ് 30 60 ഡിഗ്രി എന്നാണ് എനിക്ക് കിട്ടുക. 90 മൈനസ് 30 എത്രയാണ്? 60 ഡിഗ്രി എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രിയിൽ ഞാൻ ഈ പറയുന്ന ജെ ഡാഷ് ഐ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ലൈൻ നീട്ടി വരച്ചു. അതിനുശേഷം ഞാൻ കോമ്പസിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ജെ ഡാഷ് ഐ ഡാഷ് മുതൽ എൽ ഡാഷ് ജി ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് ഞാൻ ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ചെയ്ത് ഇവിടെ കട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? എന്നിട്ട് ബാക്കി ഞാൻ എന്ത് ചെയ്യാണ്? ബാക്കി ഞാൻ മായ്ച്ചു കളയും. ഓക്കെ,
ബാക്കി ഞാൻ മായ്ച്ചു കളഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്? അതിനുശേഷം ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്ത്? എൽ ഡാഷ് ജി ഡാഷ് എന്ന് ഞാൻ മാർക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? അതിനുശേഷം ഞാൻ വീണ്ടും കോമ്പസ് എടുത്തിട്ട് ഇവിടുന്ന് വേറെ കളറിൽ കാണിക്കാം, നീല കളറിൽ കാണിക്കാം. ഈ പറയുന്ന ജെ ഡാഷ് ഐ ഡാഷിൽ നിന്ന് കെ ഡാഷ് പി ഡാഷ് എച്ച് ഡാഷ് എന്ന് പറയുന്ന അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് എടുക്കുന്നു. ആ ലെങ്ത് ഞാൻ ആർക്കായിട്ട് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? വീണ്ടും ഇവിടെ കട്ട് ചെയ്തു. എന്നിട്ട് ആ പോയിന്റ് ഞാൻ എന്ത് പറഞ്ഞു? കെ ഡാഷ് പി ഡാഷ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞ ആ പോയിന്റിനെ. ക്ലിയർ ആയല്ലോ? അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? അതിനുശേഷം ഈ പറയുന്ന ലൈൻ, ഈ ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് 60യിൽ ഞാൻ എന്ത് ചെയ്യണം? മുകളിലേക്ക് നീട്ടി വരയ്ക്കുന്നു. 60 mm നീട്ടി വരയ്ക്കുന്നു. അതായത് ഈ ലെങ്ത്. ഓക്കെ. അതേപോലെ ഇവിടുന്ന് നേരെ നീട്ടി വരയ്ക്കുന്നു. അതായത് ഈ ലെങ്ത്. ഓക്കെ. അതിനുശേഷം ഇവിടെ നേരെ നീട്ടി വരയ്ക്കും. ഓക്കെ. ഇത് ജോയിൻ ചെയ്യിക്കും. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? ഈ പോയിന്റാണ് എൻ്റെ എഫ് ഡാഷ് കോമ എ ഡാഷ്. ഈ പോയിന്റാണ് എൻ്റെ ഇ ഡാഷ് കോമ ഒ ഡാഷ് കോമ ബി ഡാഷ്. അതേപോലെ ഈ പോയിന്റാണ് എന്ത്? ഡി ഡാഷ് കോമ സി ഡാഷ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഏറ്റവും താഴെയുള്ള പോയിന്റ് ഏതാണ്? ജെ ഡാഷ് കോമ ഐ ഡാഷ് ആണ്. എന്താണ്? നിയറസ്റ്റ് പോയിന്റ് അങ്ങനെ തന്നെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം കേട്ടോ. നിയറസ്റ്റ് പോയിന്റ് ടു എക്സ് വൈ ലൈൻ, അത് സൈഡിൽ നിങ്ങൾ എഴുതി വെക്കുക. നിയറസ്റ്റ് പോയിന്റ് ടു എക്സ് വൈ ലൈൻ എന്ന് സൈഡിൽ എഴുതി വെക്കുക. എന്താ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് കുറച്ച് ഞാൻ പറയും. ഓക്കെ. നിയറസ്റ്റ് പോയിന്റ് ടു എക്സ് വൈ ലൈൻ, കാരണം ഇറ്റ് ഈസ് ഓൺ എക്സ് വൈ ലൈൻ. ഓക്കെ. ഏതാണ്? ജെ ഡാഷ് ഐ ഡാഷ്. ഓക്കെ. അതിനുശേഷം എന്ത് എഴുതി വെക്കണം നിങ്ങൾ? ഇതൊക്കെ സൈഡിലായിട്ട് എഴുതി വെക്കേണ്ട കാര്യമാണ്. നമ്മൾ അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ ആൻസറിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാൻ വേണ്ടിയിട്ട് സൈഡിൽ എവിടെയെങ്കിലും ആയിട്ട് എഴുതി വെച്ചേക്കും. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യാം? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എഡ്ജസുകൾ, ഓരോ എഡ്ജസിനെയും നമ്മൾ പേരെടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പം ബേസ് എഡ്ജസ്. ഓക്കെ. ടോപ്പിൽ ആരുണ്ട്? ടോപ്പിൽ നോക്കാം. ടോപ്പിൽ നോക്കിയേ, എ ബി എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്. എ ബി ഉണ്ട്. പിന്നെയോ ബി സി ഉണ്ട് അല്ലെ? ബി സി. അത് കഴിഞ്ഞാൽ സി ഡി അവസാനിക്കുന്നതിന് തുടങ്ങും. സി ഡി ഡി ആണ്. പിന്നെന്താണ്? ഡി ഇ ഉണ്ട്. പിന്നെയോ ഇ എഫ് ഉണ്ട്. എഫ് എ ഉണ്ട്. തുടങ്ങിയവരിലെത്തിയല്ലോ. ഓക്കെ. 1 2 3 4 5 6 6 ഉറപ്പ് വരുത്തും. പിന്നെയോ ബേസ് എഡ്ജസ് ഏതായിരിക്കും? ജി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജി എച്ച്, എച്ച് ഐ, ഐ ജെ, ജെ കെ, കെ എൽ, എൽ ജി. 1 2 3 4 5 6 എഡ്ജസ് ആയിട്ട്. ഓക്കെ. ഇനിയോ എനിക്ക് എൻ്റെ ലാറ്ററൽ എഡ്ജസ് ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ എൻ്റെ സൈഡ് എഡ്ജസ് ഉണ്ട്. ബേസ് എഡ്ജസ് കഴിഞ്ഞ് പിന്നെ എന്താണ്? സൈഡ് ഫേസിൻ്റെ എഡ്ജസ്, സൈഡ് ഫേസ്. ഓക്കെ. അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജസ്, സൈഡ് ഫേസ് എഡ്ജസ് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജസ് എന്നും എനിക്ക് പറയാം. ഓക്കെ. ലാറ്ററൽ എഡ്ജസ് എന്നും പറയും. ലാറ്ററൽ എഡ്ജസ് എന്നും പറയാം. എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഏതൊക്കെയാണത് നോക്കിക്കേ. അത് ഈ പറയുന്ന വ്യൂ എന്ന് എനിക്ക് കിട്ടും. ഓക്കെ. ഏതാണത്? എൻ്റെ ആദ്യത്തവനെ ആദ്യം, ഇത് രണ്ടും ചേർത്ത് വായിക്കുക. അതായാലും മതി. എ ജി എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. പിന്നെയോ ബി എച്ച് എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. ബി എച്ച് എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. പിന്നെ സി ഐ എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. ഡി ജെ എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. അതെല്ലാം എല്ലാത്തിനും എനിക്ക് ഈ ടോപ്പ് വ്യൂ എന്ന് എടുത്താൽ വളരെ എളുപ്പമായിരിക്കും. ഏതാണത് എഴുതിയേക്കാം. എ ജി എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. ഓക്കെ. ടോപ്പ് വ്യൂ എന്ന് എനിക്കത് നോക്കിയെടുക്കാം. എ ജി അടുത്തടുത്തുള്ളവനെ എഴുതിയാൽ മതി. പിന്നെയോ ബി എച്ച്, പിന്നെയോ സി ഐ, പിന്നെയോ ഡി ജെ ഉണ്ട്. പിന്നെയോ ഇ കെ ഉണ്ട്. പിന്നെ എഫ് എൽ ഉണ്ട്. അത് 6 ആയിരിക്കും. 1 2 3 4 5 6 കോർണേഴ്സ് ഉള്ളതുകൊണ്ട് 6. ഓക്കെ. താഴെയും മുകളിലും 6 കോർണേഴ്സ് ഉള്ളതുകൊണ്ട് താഴെയും മുകളിലും 6 കോർണേഴ്സും ജോയിൻ ചെയ്താലാണ് എനിക്ക് ലാറ്ററൽ എഡ്ജ് കിട്ടുക. ഇതൊന്ന് എഴുതി വെച്ചേക്കും. ഓക്കെ. ഇതൊന്ന് എഴുതി വെച്ചേക്കും. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഈ ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന വ്യൂവിൽ നിന്ന് ഞാൻ താഴത്തേക്ക് ഓരോ പോയിന്റും പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ. ഇവനെ ഞാൻ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഇവനെ ഞാൻ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. നമ്പറൊന്നും നെയിമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഇവനെയും ഞാൻ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇവനെയും ഞാൻ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ, ഇവനെയും ഞാൻ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഇവനെയും ഞാൻ താഴത്തേക്ക്. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുന്നത്? അതിനുശേഷം ഇവിടുന്ന് ഞാൻ പ്രൊജക്റ്റ് ചെയ്യും. ഇവിടുന്ന് ഈ പറയുന്ന എൻ്റെ ബേസിൽ നിന്ന് ഞാൻ അടുത്ത പ്രൊജക്ഷൻ എടുക്കുകയാണ്, പ്രൊജക്ഷൻ ലൈൻസ് എടുക്കുകയാണ്. ഓക്കെ, എവിടെ നിന്ന് എടുത്തു? ബി എച്ച് നിർത്തേ, നോക്കിക്കോ. ബി എച്ച് എന്ന് ഞാനിങ്ങനെ നീട്ടി വരയ്ക്കുകയാണ് ഇവനെ. എവിടെയെങ്കിലും എൻ്റെ ബി ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എച്ച് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നേരെ വന്നു. ഇവിടെ ഈ പോയിന്റിൽ ബി എച്ച് ഉണ്ടോ? ഇല്ല, അത് എൽ ഡാഷ് ജി ഡാഷ് ആണ്. ഇവിടെ ബി എച്ച് ഉണ്ട്, ആ എച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഓക്കെ, അടുത്തതോ കഴിഞ്ഞിട്ടില്ല. ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണല്ലേ. വീണ്ടും ഇവിടുന്ന് നീട്ടി വരയ്ക്കുകയാണ്, പാരലായിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ ഉണ്ടോ? ഇല്ല, ബിയും ഇല്ല. ഇനി അടുത്ത ബി മാത്രമേ ഉള്ളൂ, ബി ഇല്ല. ബി ഉണ്ടോ? ആ ബി ഉണ്ട്. ഇവിടെയും പോയിന്റ് ഇട്ടു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ മാർക്ക് ചെയ്യുക എന്താണ്? എച്ച് എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ ബി എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് എന്ത് ചെയ്യുക? അടുത്ത ഈ പോയിന്റ് നിന്ന് എടുക്കുക. ഓക്കെ, ഈ പോയിന്റ് നിന്ന് ഞാൻ എടുക്കുകയാണ്. ഇവിടെ 4 പോയിന്റ് ഉണ്ട്. ഇത് നേരെ സി ഐയിൽ വരും. എ ജി എന്ന് പറഞ്ഞാൽ സി ഐയിലും വരും. അപ്പോൾ എ ജി സി ഐ എനിക്ക് ആവശ്യമുണ്ട്. നേരെ വന്നു. ഓക്കെ, ഇവിടെ എ ജി സി ഐ ഉണ്ട് അല്ലെ, എന്താണ്? ജി ഉണ്ട്. അപ്പോൾ ജി മാർക്ക് ചെയ്തു. പിന്നെ വീണ്ടും ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് എടുക്കണം. എ ജി സി ഐ ആണ്. ഇല്ല, ഒന്നുമില്ല. സി ഉണ്ടോ? ഐ ഉണ്ടോ? ഐ ഉണ്ട് അല്ലേ, ഐ മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെയോ? അപ്പോൾ ജിയും ഐയും ആയി. ഇനി എയും സിയും ആണ് വേണ്ടത്. ഇങ്ങോട്ടേക്ക് പോയി. എ ഉണ്ടോ? ആ, ഇവിടെ എ ഉണ്ട് അല്ലേ. ഇത് എ എഫ് ഡാഷ് എന്ന് വരുന്നതാണത്. എ ഉണ്ട്. അടുത്ത സി ആണ്. ഇവിടെ ഉണ്ടോ? ഇല്ല, സി ഇത് ഇവിടെയാണുള്ളത്. ഡി ഡാഷ് സി ഡാഷ്. അപ്പോൾ സി ഇവിടെയാണുള്ളത്. ക്ലിയർ ആയല്ലോ അത്? ഇനി എന്ത് ചെയ്യുന്നു? ഇത് ഇവിടുന്ന് എഫ് എൽ ഡി ജെ. എഫ് എൽ ഉണ്ടോ? ആ, എൽ ഡാഷ് വന്നു. അപ്പോൾ എല്ലുണ്ട്. എല്ല് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, എഫ് എൽ ഡി ജെ ആണ്. ഓക്കെ, ഇല്ല, ജെ ഉണ്ട് അല്ലേ. അപ്പോൾ ജെ മാർക്ക് ചെയ്തേക്കാം. ജെ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്? ഇനി വീണ്ടും നടക്കുകയാണ്. എഫ് വേണം എനിക്ക്, ഡിയും വേണം. എഫ് ഉണ്ടോ? ആ, എഫ് ഉണ്ട്. എഫ്. ഓക്കെ, അടുത്ത ഡി ഉണ്ടോ? ഇല്ല. ഡി ഉണ്ടോ? യെസ്, ഇവിടെ ഉണ്ട്. ഡി മാർക്ക് ചെയ്തു. അടുത്ത ഈ എഡ്ജിന്ന് ഇ എൻ കെ കൊണ്ടുവന്നു. ഇയും കെയും ഉണ്ടോ? ഇല്ല. നീട്ടി വരച്ചു. ഇയും കെയും ഉണ്ടോ? ഇ കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ പോയിന്റ് ഇട്ടു. വരട്ടെ ഇങ്ങോട്ടേക്ക്. ഇയും കെയും ഉണ്ടോ? ഇല്ല. ഇയും കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത് മാർക്ക് ചെയ്തേക്കാം. കെ ഇവിടെ കഴിഞ്ഞു. കെ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ എന്താണ്? ഇ ആണ്. ഇ മാർക്ക്. ഓക്കെ, ഇനി എനിക്ക് എന്തുണ്ട് അവിടെ? ആക്സസ് നിന്ന് ഞാൻ ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആക്സസ് നിന്ന് ലൈൻ എടുക്കാം. ഓക്കെ, ആക്സിൽ നിന്ന് ലൈൻ എടുക്കുകയാണ്. ഓക്കെ, ഒ പി. പി ഉണ്ട്. പി മാർക്ക് ചെയ്തു. ഓക്കെ, പോട്ടെ. ആക്സ് ഇതാണ്. ഒ മാർക്ക് ചെയ്തു. ഓക്കെ, പോയിന്റ്സ് കിട്ടി. അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് 6 12 പോയിന്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് താഴത്തേൽ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ബൗണ്ടറി എഡ്ജസിനെ എല്ലാം തിക്കായിട്ട് വരും. ഇനിയാണ് തിക്കും ഡോട്ടഡ് ലൈനും നമുക്കുള്ളത്. ഓക്കെ, തിക്ക് ലൈൻസും ഡോട്ടഡ് ലൈൻസ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലൈൻസും ഡോട്ടഡ് ലൈൻസ്. കണ്ടിന്യൂസ് ലൈൻസ് എല്ലാം നമ്മൾ തിക്കായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡോട്ടഡ് ലൈൻസും കണ്ടിന്യൂസ് ലൈൻസും വരയ്ക്കേണ്ടത് തീരുമാനിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പിടിക്കേണ്ടത് ബൗണ്ടറി ലൈൻസിനെയാണ്. അതൊന്ന് എഴുതി വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ബൗണ്ടറി ലൈൻസ് ആർ ഓൾവേസ്, അതൊന്ന് എഴുതി വെച്ചേക്കും. ബൗണ്ടറി എഡ്ജസ്, ബൗണ്ടറി എഡ്ജസ് ആർ ഓൾവേസ് തിക്ക്. ഓൾവേസ് തിക്ക്. എന്താണ് ബൗണ്ടറി എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൻ്റെ ഒരു വശത്തേക്ക് ലൈനുകൾ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഉൾവശത്തേക്ക് ലൈനുകൾ ഉണ്ടാവും. പുറത്ത് വശത്തേക്ക് ലൈനുകൾ ഉണ്ടാവില്ല, ഉൾവശത്തേക്ക് ലൈനുകൾ ഉണ്ടാവും. ഓക്കെ, ആദ്യം നമ്മൾ ഈ ബേസ് എഡ്ജിന് നോക്കാം. ഓക്കെ, ബേസ് അല്ലെങ്കിൽ ഫേസ്. ഓക്കെ, ഫേസ് എഡ്ജ്, ടോപ്പ് ഫേസ് എഡ്ജ് നമുക്ക് നോക്കാം. എ ബി. ഓക്കെ, എ ബി ഒരു ബൗണ്ടറി ആണോ നോക്കാം. എ ബി, അതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം എന്തുണ്ട്? ലൈൻസ് ഉണ്ട്. അപ്പോൾ എ ബി എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പിന്നെയോ ബി സി. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ ഇവനല്ലേ. എ ബി എന്ന് പറഞ്ഞത് പുറത്തൊരു എച്ച് ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയും ഉള്ളിലൊരു ലൈൻ വരുന്നുണ്ട് അല്ല, പുറത്തൊരു ലൈൻ വരുന്നുണ്ട്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു ബൗണ്ടറി അല്ല. പിന്നെ ബി സി ബൗണ്ടറി ആണോ? ബി സി ബൗണ്ടറി ആണ്. ബി സി വരച്ചേക്ക്. പിന്നെ സി ഡി ബൗണ്ടറി ആണോ? സി ഡി. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പുറത്ത് ലൈൻ ഉണ്ടാവും. ഈ വശത്ത് ഈ ബി സി എന്ന് പറഞ്ഞാൽ ഈ വശത്ത് ലൈനില്ല, ഈ വശത്താണ് ബാക്കിയുള്ള എല്ലാം വരുന്നത് അല്ലേ. പിന്നെ ഒരു ബൗണ്ടറിയാണ്. സി ഡി ഈ വശത്ത് പുറത്തേക്ക് ലൈൻ ഉണ്ടോ? ഇല്ല, ഉള്ളിലേക്ക് ലൈൻ ഉണ്ട്. ഉള്ളിലേക്ക് ലൈൻ ആവാം അല്ലേ. സി ഡി. പിന്നെയോ
DE ആണ്. DE ഇവനും ബൗണ്ടറിയാണ്. കാരണം എന്താ, പുറത്തേക്ക് ഈ വശത്തേക്ക് എന്തില്ല, ലൈനില്ല. ഓക്കെ. പിന്നെ വരുന്നത് EF ആണ്. EF ഉള്ളിലേക്കാണ് വരുന്നത് അല്ലേ. അവന്റെ EF ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അവന്റെ ഇപ്പുറത്തേക്ക് ഒരു ലൈൻ കാണുന്നുണ്ട്, ഇപ്പുറത്തേക്കൊക്കെ ലൈൻ വരുന്നുണ്ട്. അപ്പൊ എന്താണ്, ബൗണ്ടറി അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇവന്റെ പുറത്തേക്ക് ഈ KE എന്ന് പറയുന്ന ഒരു ലൈൻ ഇല്ലേ, KE എന്ന് പറയുന്ന ഒരു എഡ്ജ് ഇവന്റെ പുറത്തുണ്ട്. അതുപോലെയോ പിന്നെ ഏതാണ്, പിന്നെ ഉള്ളിലൊക്കെ, ഇവിടെ ഉള്ളിലൊക്കെ ലൈനുകളുണ്ട് അല്ലേ. ഇത് ഉള്ളിൽ വരുന്നതാണ്. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഈ പറയുന്ന എല്ലാ എഡ്ജും ഈ വശത്തുണ്ട്. അതേപോലെ ഈ വശത്താണെങ്കിൽ KE എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതെന്തല്ല, ഇതൊരു ബൗണ്ടറി അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ അത് എടുക്കണ്ട. ഓക്കെ. ഇനി എന്ത് ചെയ്യാം, ഇനി അടുത്ത ബേസ്. അപ്പൊ ഇതായി, ഏതായിട്ടുണ്ട് എനിക്ക്, BC ആയിട്ടുണ്ട്, CD ആയിട്ടുണ്ട്, DE ആയിട്ടുണ്ട്. പിന്നെ EF ഇല്ല, FA ഇല്ല, അതും ഉള്ളിലാണ്. ഇപ്പുറത്തും ലൈനുണ്ട്, ഇപ്പുറത്തും ലൈനുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നെ വരുന്നത് GH ബൗണ്ടറി അല്ലേ, GH. ഓക്കെ, GH എന്താണ്, ബൗണ്ടറി ആണ്. കാരണം എന്താ, ഇവന്റെ ഈ ഇപ്പുറത്തെ വശത്തേക്ക് ആരുമില്ല, ഇപ്പുറത്തെ ഉള്ളിലാണ് ലൈൻ ഉള്ളത്. പിന്നെ HI ഇതേ ഉള്ളിലാണ് വരുന്നത് അല്ലെ, HI ഉള്ളിലാണ് വരുന്നത്. ഇവന്റെ ഈ വശത്തും ലൈനുണ്ട്, അപ്പുറത്തെ വശത്തും KB എന്ന് പറയുന്ന ലൈനുണ്ട്. സോറി, HB എന്ന് പറയുന്ന ലൈൻ, HB എന്ന് പറയുന്ന ലൈനുണ്ട് പുറത്ത്. ഓക്കെ, HB എന്ന് പറയുന്ന ലൈനുണ്ട്. അതുകൊണ്ട് ഇതെന്തല്ല, ബൗണ്ടറി അല്ല. ക്ലിയർ ആണല്ലോ. ബൗണ്ടറി അല്ല. യെസ്. ഓക്കെ. പിന്നെയോ, അപ്പൊ HI ഇല്ല, IJ ഇല്ല, അവനും ഉള്ളിലാണ് വരുന്നത്. JK അവനും ഉള്ളിലാണ് വരുന്നത്. പിന്നെ KL ഉണ്ട്. പിന്നെയോ LG ഉണ്ട്. ഇത് ബൗണ്ടറിയാണ്. ബോട്ടം ടോപ്പ് ഫേസും കഴിഞ്ഞു. ഇനി ലാറ്ററൽ ഫേസ് AG എന്ന് പറയുന്നത്. എന്ത് AG, ഇതാണ് G എന്ന് പറയുന്നത് AG. ഓക്കെ, ഇത് ഉള്ളിലാണ് വരുന്നത്. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ്, ഇവൻ ബൗണ്ടറി അല്ല എന്ന് എനിക്കറിയാം. ഓക്കെ, മാറ്റി വെച്ചു. പിന്നെയോ BH, ഇവൻ പുറത്താണ്. BH ഇവന്റെ പുറത്ത് ആരുമില്ല, ഉള്ളിലാണ് ആൾക്കാരുള്ളത്. പിന്നെയോ CI, ഇതാ, C ഇതാ, അവന് ഉള്ളിലാണ്, CIയും ഉള്ളിലാണ് വരുന്നത്. ഓക്കെ. പിന്നെയോ DJ അവനും ഉള്ളിലാണ് വരുന്നത്, ബൗണ്ടറി അല്ല. പിന്നെ EK അവനും ബൗണ്ടറിയാണ്. EK എന്ന് പറയുന്നതിന് ബൗണ്ടറി. പിന്നെ FL. ഓക്കെ, എന്താണ് FL, അവൻ FL എന്ന് പറയുന്നവൻ FL ഇത് അവനും ഉള്ളിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ എന്തായിട്ടുണ്ട്, ഏതൊക്കെയായിട്ടുണ്ട്, BH ആയിട്ടുണ്ട്, EK ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉള്ളിൽ വരുന്ന ലൈൻസ് ആണ്. അപ്പൊ അത് ബൗണ്ടറി ആണോ അല്ലയോ, അല്ലെങ്കിൽ ബൗണ്ടറി അല്ല എന്ന് എനിക്കറിയാം, അല്ല തിക്കല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ ഇത്രയും വരച്ചതിന് ശേഷം ഈ പോയിന്റിലേക്ക് പോവാം. എന്താണ്, J', I' ആണ് നിയറസ്റ്റ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക, ബൗണ്ടറി ലൈൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ J', I' നിയറസ്റ്റ് എന്ന് പറയുമ്പോൾ ബൗണ്ടറി ലൈനിലൊന്നും അത് പെടുത്താൻ പാടില്ല. ബൗണ്ടറി ലൈൻ വരച്ചതിന് ശേഷമാണ് ഇത് നോക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ബൗണ്ടറി ലൈനിൽ വരച്ചതിന് ശേഷമാണ് നോക്കേണ്ടത്. ഓക്കെ. ഈ J', I' വരുന്ന ബൗണ്ടറീസ് എഡ്ജുകളെല്ലാം ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ. Jയും Iയും വരുന്ന, J', I' അല്ല, Jയും Iയും വരുന്ന. അപ്പൊ നോക്കാം, Jയും Iയും വരുന്ന എല്ലാം ഡോട്ടഡിൽ വരയ്ക്കണം. Jയും Iയും വരുന്ന ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. J ഉണ്ടോ, I ഉണ്ടോ, ഇല്ല. അപ്പോൾ എന്താണ്, Jയും I ഇവിടെ ഇല്ല, ഇവിടെ I ഉണ്ട്. ഓക്കെ. ഇവൻ ഡോട്ടഡ് ആണ് അല്ലെ. Jയും Iയും വരണം. ഇവൻ ഡോട്ടഡ് ആണ്, Jയും Iയും ഇല്ല. ഓക്കെ. അപ്പൊ അതെനിക്ക് വരയ്ക്കാം, ഡോട്ടഡ് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ നിയറസ്റ്റ് വരുന്ന അവൻ കണ്ടെയ്ൻ ചെയ്യുന്ന എഡ്ജ് ഡോട്ടഡ് ആയിരിക്കും. അപ്പൊ എന്താണത്, HI ഡോട്ടഡ് ആണ്. HI ഇവൻ ഡോട്ടഡ് ആണ്, HI ഡോട്ടഡ് ആണ്. പിന്നെയോ IJ ഡോട്ടഡ് ആണ്. പിന്നെയോ JK ഡോട്ടഡ് ആണ്. ഓക്കെ. പിന്നെയോ Iയും Jയും വരുന്നത് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ. CI ഉണ്ട്. CI ഇവരാണ് CI. ഈ CI എന്ന് പറയുന്നത് ഡോട്ടഡ് ആണ്. CI ആണ്, IA അല്ല, CI ഡോട്ടഡ് ആണ്. പിന്നെയോ DJ ഡോട്ടഡ് ആണ്. ബാക്കിയെല്ലാം തിക്കായിരിക്കും. ഓക്കെ. ബാക്കിയെല്ലാം എന്തായിരിക്കും, ബാക്കിയെല്ലാം തിക്കായിരിക്കും. ബാക്കിയുള്ളവനൊക്കെ വരയ്ക്കാൻ നമുക്ക്. ബാക്കിയുള്ളവൻ ആരാണ്,
ബാക്കിയുള്ളവൻ എ ബി ഉണ്ട്, പിന്നെയോ ഇ എഫ് ഉണ്ട്, പിന്നെയോ എഫ് എ ഉണ്ട്, കെ എൽ ഉണ്ട്, എൽ ജി ഉണ്ട്, എ ജി, പിന്നെ ഇ കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എഫ് എൽ അല്ലേ. ഇ കെ നമ്മൾ അതിനാണ് ടിക്ക് ഇട്ടേക്കണം എന്ന് പറഞ്ഞത്. ഇ കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ടിക്ക് റൗണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്രോസോ തെറ്റിട്ടിട്ട് മാറ്റി വെക്കുകയും എന്ത് വേണം ചെയ്യാം. ഓക്കെ, വട്ടോട്ട് വെക്കുക, തെറ്റിട്ട് മാറ്റി വെക്കുക, എന്ത് വേണം ചെയ്യാം. അപ്പോൾ എ ബി എന്ത് ചെയ്യുക, എ ബി എന്ന് പറയുന്നത് ഇതാണ് എ, ഇതാണ് ബി. ടിക്ക്. എന്തുകൊണ്ടാ? അവൻ ജെ ആയി കണ്ടെയ്ൻ ചെയ്യുന്നില്ല. പിന്നെയോ ഇ എഫ് ടിക്ക്. പിന്നെയോ എഫ് എ ടിക്ക്. ഓക്കെ, പിന്നെയോ അത് കഴിഞ്ഞു. ഇവിടെ ഒന്നുമില്ല. യെസ്, നീലയിൽ അല്ലേ. കെ എൽ ഉണ്ട്. കെ എൽ എന്ത് ചെയ്യും? കെ എൽ എന്ത് ചെയ്യും? യെസ്, എൽ ഉണ്ട്, കെ എൽ. കെ എല്ലൊക്കെ നമ്മൾ നേരത്തെ ബൗണ്ടറി മാർക്ക് ചെയ്തു. ബൗണ്ടറി മാർക്ക് ചെയ്തൊക്കെ മാറ്റി വെക്കുക കേട്ടോ. ബൗണ്ടറി മാർക്ക് ചെയ്തൊക്കെ മാറ്റി വെച്ചേക്കുക. ഞാനിപ്പോൾ ചെയ്തതിൽ ഇതൊക്കെ ബൗണ്ടറി മാർക്ക് ചെയ്തതാണ്. കെ എല്ലൊക്കെ ബൗണ്ടറി മാർക്ക് ചെയ്തതാണ്. ബൗണ്ടറി മാർക്ക് ചെയ്തൊക്കെ വേറെ രീതിക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എൽ ജി ഒക്കെ നമ്മൾ ബൗണ്ടറി മാർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിനെ അങ്ങ് ടിക്കറ്റ് അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഞാൻ നേരത്തെ അത് ടിക്കറ്റാൻ വേണ്ടി വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബൗണ്ടറി മാർക്ക് ചെയ്തതാണ്. ഓക്കെ, അടുത്ത എ ജി ആണ്. എ ജി എന്ത് ചെയ്യും? ജി ഉണ്ട്, എ ഉണ്ട്. നേരെ ഇതിന് മുകളിലേക്ക് വരയ്ക്കുക. ശ്രദ്ധിക്കുക, ഇത് ആ ഡോട്ടഡ് ലൈനിന്റെ മുകളിലേക്ക് കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഡോട്ടഡ് ലൈനും തിക്ക് ലൈനും വന്നു കഴിഞ്ഞാൽ തിക്ക് ലൈനിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തതോ എഫ് എൽ. അടുത്തത് എഫ് എൽ. ഓക്കെ, എഫ് എൽ. ഓക്കെ ആണല്ലോ, പടം കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നേരം എടുത്തത്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തീരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നതാണ്. ആംഗിൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ് സ്റ്റാർട്ട് 60 എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഇത് നീട്ടി വരച്ചിട്ട് ഇത് 30 ആണെന്ന് വേണമെങ്കിൽ കാണിക്കാം. ആക്സ് നീട്ടി വെച്ചിട്ട് നെക്സ്റ്റ് ഡേറ്റ് 30 ആണെന്ന് കാണിക്കാം. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെയോ ബേസ് എഡ്ജുകൾ സ്പെസിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഫേസ് എഡ്ജസ്, ടോപ്പ് ഫേസും ബേസ് ഫേസും ബോട്ടം എന്നും പറയാം. ഓക്കെ, ടോപ്പ് ഫേസ് ബോട്ടം ഫേസ് എന്ന് പറയാം. പിന്നെ ലാറ്ററൽ എഡ്ജസ്, ആ എഡ്ജസ് ഒക്കെ എഴുതി വെച്ചേക്കുക. എല്ലാം നമുക്ക് ഈ പറയുന്ന ഫിഗറിന് എല്ലാം കിട്ടും. എഡ്ജസ് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഓക്കെ, എഡ്ജസ് എല്ലാം നമ്മുടെ ആ സിമ്പിൾ പൊസിഷനിലുള്ള നമ്മുടെ എന്താണ് ബേസ് ഇരിക്കുന്ന ആ പടത്തിൽ നിന്ന് എല്ലാം കിട്ടും. ഓക്കെ, ലാറ്ററൽ ഫേസ് ആണെങ്കിലും ശരി, നമ്മുടെ ഫേസ് ബേസ് ഫേസുകളാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഫേസ് എഡ്ജസ്റ്റുകളാണെങ്കിലും ലാറ്ററൽ എഡ്ജസ്റ്റുകളാണെങ്കിലും എല്ലാം നമുക്ക് ഈ പടത്തിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഹൈലൈറ്റ് ചെയ്യേണ്ട ആരൊക്കെയാണെന്ന് നോക്കാം. ഇവനെ എന്ത് ചെയ്യണം? തിക്കൺ ചെയ്യേണ്ടത്. ഇവനെ തിക്ക് ചെയ്യണം. ഓക്കെ, ഇവനെ തിക്ക് ചെയ്യണം. ഓക്കെ, ഇവനെ തിക്ക് ചെയ്യണം. പിന്നെയോ ഇവനെ തിക്ക് ചെയ്യണം. ഓക്കെ, ഇവനെ തിക്ക് ചെയ്യണം. പിന്നെയോ ഇവനെ തിക്കൺ ചെയ്യണം. ഓക്കെ, പിന്നെയോ ഇവനെ തിക്കൺ ചെയ്യണം. മഞ്ഞയിൽ വരയ്ക്കുന്നതൊക്കെ തിക്കൺ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, ബാക്കിയൊക്കെ എന്താണ്? ഇൻവിസിബിൾ ആണ്, ഡോട്ടഡ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഡോട്ടഡ് അവിടെ തന്നെ കിടക്കുക. യെസ്, ഈ ലൈൻ സെൻട്രൽ ലൈൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫിഗർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർക്കാനുള്ള പോയിന്റ്സ് എന്താണ്? ബൗണ്ടറി ലൈൻ ഓൾവേസ് തിക്കായിരിക്കും. പിന്നെയോ നമ്മുടെ നിയറസ്റ്റ് പോയിന്റ് ടു XY ലൈൻ കണ്ടെയ്ൻ ചെയ്യുന്ന എഡ്ജസ് ഡോട്ടഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്? എഡ്ജസ് കണ്ടെയ്ൻഡ് ബൈ ദി പോയിന്റ് edges contained by the point nearest to
എക്സ് വൈ ലൈൻ അതെന്തായിരിക്കും? ഇൻവിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോട്ടഡ് ലൈൻ ആണ്. ഡോട്ടഡ് ലൈൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻ ഇടുന്നത്? അത് ഇൻവിസിബിൾ ആണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്തിടുന്നത്? ഡോട്ടഡ് ലൈൻ ഇടുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ അടുത്തത് എന്താണ്? അടുത്തത് സെയിം ക്വസ്റ്റ്യൻ ആണ്, ആകെ വാല്യൂസ് മാത്രമാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, ആകെ എന്താ മാറിയിരിക്കുന്നത്? വാല്യൂസ് മാത്രമാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ പിരമിഡ് ചെയ്യുന്നു. ഓക്കെ, പ്രിസം അല്ല, അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പിരമിഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെ? എക്സ് വൈ ലൈൻ തുടങ്ങാം. ഓക്കെ, ആദ്യം എന്ത് പിരമിഡാണ് നോക്കുക? ഹെക്സഗണൽ പിരമിഡാണ്. ഓക്കെ, ഹെക്സഗണൽ പിരമിഡ്. ബേസ് എഡ്ജ് 40 mm ആണ്. ഓക്കെ, പിന്നെയോ ആൾട്ടിറ്റ്യൂഡ് ആക്സിസിന്റെ ലെങ്ത് 80 mm ആണ്. ഇനി ശ്രദ്ധിക്കാനുള്ളത് അടുത്ത കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. എവിടെ റെസ്റ്റ് ചെയ്യുന്നു? ഓക്കെ, റെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്. ഇവിടെയും എന്ത് തന്നെയാണ്? ബേസ് എഡ്ജിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓൺ എച്ച് പിയിൽ തന്നെയാണ്. ഓക്കെ, വിത്ത് ഇറ്റ്സ് ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി അറ്റ് 45 ഡിഗ്രി. ആക്സിസ് 45 ഡിഗ്രി എച്ച് പിക്ക്. എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും എച്ച് പിക്ക് ആയിരിക്കും ഇൻക്ലൈൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എച്ച് പിക്ക് ആയിരിക്കും ഇൻക്ലൈൻ ചെയ്യാം. ഓക്കെ, ആൻഡ് പാരലൽ ടു വി പി അൺലെസ് അതർവൈസ് അതിന്റെ ലാറ്ററൽ സൈഡ് അല്ല തന്നിരിക്കുന്നതെങ്കിൽ, ബേസ് എഡ്ജ് തന്നിരിക്കുന്നതെങ്കിൽ എപ്പോഴും എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എച്ച് പിക്ക് ആയിരിക്കും ഇൻക്ലിനേഷൻ വരിക. ഓക്കെ, എൻ്റെ ലാറ്ററൽ എഡ്ജ് ആകുമ്പോൾ മാത്രമേ വി പിക്ക് വരുള്ളൂ. ഓക്കെ, നമുക്ക് വരച്ചു തുടങ്ങാം. ഇവിടുത്തെ വ്യത്യാസം എന്ത് മാത്രമാണ്? ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രിസമാണ് എന്നുള്ള കാര്യം മാത്രമാണ് വ്യത്യാസം. ഓക്കെ, സോ ദിസ് ഇസ് മൈ എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈൻ ഹെക്സഗൺ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കുമോ? ഇങ്ങനെ വരയ്ക്കുമോ? ഇങ്ങനെ വരയ്ക്കുമോ? ഇങ്ങനെയാ വരയ്ക്കുക അല്ലേ? കാരണം എന്താണ്? ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് വലതുവശത്ത് വരുന്ന രീതിക്ക് നമ്മൾ വരയ്ക്കുന്നു. ഹെക്സഗൺ ആണ്, അതുകൊണ്ട് ഹെക്സഗൺ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ് ഹെക്സഗൺ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ആ ബേസ് എഡ്ജ് ഇവിടെ വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബേസ് എഡ്ജ് വരയ്ക്കുന്നു. അതിനുശേഷം തരുന്നു 120 ആംഗിൾ എടുത്തിട്ട് താഴത്തേക്ക് വരയ്ക്കുന്നു. എത്രയാണ് ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ലെങ്ത്? 40 mm. പിന്നെയും വീണ്ടും 120 ആംഗിൾ 40 mm വരച്ചു. 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 ശ്രദ്ധിക്കുക, ഈ ഡിസ്റ്റൻസ് എനിക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഡിസ്റ്റൻസ് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ ആ ചോദ്യം വരുന്നില്ല. ഓക്കെ, യെസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം നമ്മൾ ഇതിനെ മാർക്ക് ചെയ്യുന്നു. എങ്ങനെ മാർക്ക് ചെയ്യുന്നു? നേരത്തെ മാർക്ക് ചെയ്ത പോലെ എ ബി സി ഡി ഇ എഫ്. വേണോ? GHIJK വേണോ? വേണ്ട. എന്തുകൊണ്ടാണ്? പ്രിസവമാണ്. പ്രിസവം എങ്ങനെയാണ് ഇരിക്കുക? ഇങ്ങനെയാണ് പ്രിസവം ഇരിക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് പ്രിസവം ഇരിക്കുക. മുകളിൽ എന്താണ്? O എന്ന് പറയുന്ന പോയിന്റ് ആണ് മുകളിൽ. ഇങ്ങനെയാണ് പ്രിസവം ഇരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് പ്രിസവം ഇരിക്കുക എന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ ABCD മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് A B എങ്ങനെ വേണമെങ്കിലും CD നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോലല്ല. നമ്മളിവിടെയാണ് A മാർക്ക് ചെയ്തത്. BCDEF. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് മാർക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായി. ഇവിടെ എഫിൽ നിർത്താം. GHIJK L വരെയൊന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം ദിസ് ഇസ് പ്രിസം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ? സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എങ്ങനെയാണ് സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നതും? ഹെക്സഗൺ ആണ്, 6 ആണ്. ഈവൺ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു കോർണറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിലേക്ക് ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ ഡയഗണൽ വരയ്ക്കുക. ഓക്കെ, അടുത്ത ഡയഗണൽ വരയ്ക്കുക. ഓക്കെ, എനിക്ക് കിട്ടുന്ന എന്താണ്? സെന്റർ പോയിന്റ് ആണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ ഇറേസ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതെൻ്റെ O, P ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് ആദ്യം കാണുന്ന പോകണം, താഴെയാണ് P ഉള്ളത്. ആദ്യം O, P എന്ന് എഴുതി. ഇനി പിരമിഡ് ആയതുകൊണ്ട് എനിക്ക് AO എന്ന് പറയുന്ന ഈ സ്ലാൻഡ് എഡ്ജ് കാണാൻ വേണ്ടി പറ്റും. BO എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജ് കാണാൻ വേണ്ടി പറ്റും. CO എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജ് കാണാൻ വേണ്ടി പറ്റും. DO എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജ് കാണാൻ വേണ്ടി പറ്റും. EO എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജ് കാണാൻ വേണ്ടി പറ്റും. FO എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജും എനിക്ക് മുകളിൽ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവനെ എന്ത് ചെയ്യാം? തിക്കായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ HP ബേസ് വരച്ചത്? റെസ്റ്റിംഗ് ഓൺ HP എന്നാണ് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ അസംഷൻ എന്തായിരുന്നു? നമുക്ക് ഇത് എഡ്ജിലല്ല ബേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള അസംഷനിൽ എടുക്കുക. ഇതിൽ HP. അപ്പോൾ HP എൻ്റെ എന്ത് വരുന്നത്? ഈ ഹെക്സഗൺ വരുന്നത്, അല്ലെങ്കിൽ ബേസ് ഫേസ് വരുന്നത്. അതുകൊണ്ടാണ് HP നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? ഞാൻ പ്രൊജക്റ്റ് ചെയ്യുകയാണ് അല്ലേ? ഈ പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഈ പോയിന്റിനെ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ ഇതെല്ലാം ഒരേ ലൈനിലായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഈ ഡിയും സിയും
ഇതേ ലൈനിലായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, അതിനുശേഷം മുകളിലേക്ക് ഞാൻ ഈ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യാണ് കേട്ടോ. മുകളിൽ ഈ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ നിന്നാണ് നോക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ ആദ്യം എഫ് കാണും, പിന്നെയാണ് എ കാണുക. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്താണ്, എഫ് ഡാഷ് കോമ എ ഡാഷ്. ഇത് മുകളിലല്ലേ എന്ന് ചിന്തിക്കരുത്, ബേസ് ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. പ്രിസം ആണെങ്കിൽ ബേസ് ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇവിടെയാണ് നമ്മുടെ എ ബി സി ഡി വന്നത് അല്ലേ. എ ബി സി ഡി ഏത് എഫ് വരെ വന്നിരിക്കുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു ബേസ്. അപ്പോൾ താഴെ തന്നെയാണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ താഴെ മാത്രമാണ് മാർക്ക് ചെയ്യേണ്ടത്. മുകളിലാകെ ഒ എന്ന് പറയുന്ന ഒറ്റ എഫക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെയോ ഇ ആദ്യം കാണും, പിന്നെ പി കാണും, പിന്നെ നമ്മൾ ബി എ കാണും. അപ്പോൾ ഇ ഡാഷ് പി ഡാഷ് ബി ഡാഷ് മാർക്ക് ചെയ്യും. ഇവിടെയോ ഡി ആദ്യം കാണും, പിന്നെ സി ആദ്യം, പിന്നെ സി കാണും. സി ആദ്യം കാണില്ല, പിന്നെ സി കാണും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം ആക്സിസിന്റെ ഈ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എടുക്കുന്നു, മുകളിലേക്ക് എടുക്കുന്നു. ആക്സിന്റെ ഈ ലെങ്ത് നമ്മൾ മുകളിലേക്ക് എടുക്കുന്നു. എന്തുകൊണ്ടാണ് ഞാനത് തിക്ക് ലൈൻ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഈ പറഞ്ഞ സ്ലാൻഡ് ഇ ഒ എന്ന് പറഞ്ഞ എഡ്ജാണ് എനിക്ക് ആദ്യം കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, പിന്നെയാണ് എനിക്ക് ആക്സിസ് ഒ പി കാണാൻ വേണ്ടി പറ്റുക. പിന്നെയാണ് എനിക്ക് അടുത്തത് ഒ ബി എന്ന് പറയുന്ന ഈ എന്താണ് ലാറ്ററൽ എഡ്ജ് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ മുകളിലേക്ക് നീട്ടി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് എത്ര എടുത്തു, അതിനുമുമ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ഹൗ മച്ച്, ദിസ് ഇസ് 40 mm ആണ് ഈ എഡ്ജ്. ദിസ് ഇസ് 40. ഓക്കെ, അതിനുശേഷം ഇതെടുക്കുകയാണ്. ഇതെത്രയാണ്, ദിസ് ഇസ് 80. 80. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ പോയിന്റ് ഏതാണ്, പി ഡാഷ് ഒ ഡാഷ്. ഒ ഡാഷ് നമ്മുടെ ആക്സ് മാർക്ക്. എന്തുകൊണ്ടാണ് തിക്ക് മാർക്ക് ചെയ്തതെന്ന് ഓർക്കുക. ഇതെന്താ ശരിക്കും പറഞ്ഞാൽ ഡോട്ടഡ് ലൈനാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് തിക്ക് മാർക്ക് ചെയ്ത്, ഇ ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ആ സ്ലാൻ ഹൈറ്റ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, അതിനുശേഷം ഞാൻ ഈ പോയിന്റിനെയും മീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഈ രണ്ട് പോയിന്റ് ഞാൻ എന്ത് ചെയ്തു, മീറ്റ് ചെയ്യിപ്പിച്ചു. അടുത്തതോ ഈ രണ്ട് പോയിന്റിനെയും ഞാൻ മീറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, മീറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ ആണല്ലോ, തിക്കണാക്കി വരയ്ക്കുക, ഇതിനെല്ലാം തിക്കണാക്കി വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം ഇംഗ്ലണ്ട് പൊസിഷനിലേക്ക് എനിക്ക് പോകണം. എത്ര ആംഗിളാണ്, 45 ഡിഗ്രിയിലാണ് ഇംഗ്ലണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് എടുത്തു, ഇങ്ങോട്ടേക്കാണ്, ഈ വശത്തേക്കാണ് ഞാൻ ഇംഗ്ലിനേഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് റൈറ്റ് മോസ്റ്റുള്ള പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, എത്രയാണത്, എന്താണത്, ഡി ഡാഷ് സി ഡാഷ്. ഓക്കെ, ഡി ഡാഷ് സി ഡാഷ് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഡി ഡാഷ് സി ഡാഷ് മാർക്ക് ചെയ്തു. ഡി ഡാഷ് സി ഡാഷ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ് അല്ലേ. ഞാൻ എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കുകയാണ് അല്ലേ. ഇത്ര മാത്രമല്ല വരയ്ക്കുക, ഞാൻ എന്ത് ചെയ്യുന്നതിനെ നീട്ടി വരയ്ക്കും അല്ലേ. അത് ഞാൻ എന്ത് ചെയ്യും, നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, ലൈൻ ഞാൻ നീട്ടി വരച്ചു. എന്തുകൊണ്ട് നീട്ടി വരച്ചത്, നമ്മൾ ആർക്ക് എടുത്തിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നീട്ടി വരച്ചത്. ഓക്കെ, എത്ര ആംഗിളിലാണ് ഇത് ഞാൻ നീട്ടി വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണോ ഇംഗ്ലണ്ട് ആയിരിക്കുന്നത് അതിന് 90 കൊണ്ട് മൈനസ് ചെയ്യാം. അപ്പോൾ 90 - 45 ഡിഗ്രിയിൽ ഞാൻ അതിന് ഇംഗ്ലണ്ട് ആയിട്ട് വരച്ചു. ഒബ്വിയസ്ലി 45 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, 90 - 45 നീട്ടി വരച്ചു. അതിനുശേഷം ഞാൻ ഡി എൻ്റെ കോമ്പസ് കുത്തിയിട്ട് പെൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എഫ് ഡാഷ് അല്ലെങ്കിൽ എ ഡാഷിൽ വെക്കുന്നു. അല്ലെങ്കിൽ ഡി ഡാഷ് സി ഡാഷിൽ ഞാൻ എൻ്റെ കോമ്പസിൻ്റെ മൊന കുത്തിയിട്ട് എഫ് ഡാഷ് ഡി ഡാഷിൽ ആർക്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ബാക്കി വന്നത് ഞാൻ മായ്ച്ചു. ഓക്കെ, ബാക്കി വന്നത് ഞാൻ എന്ത് ചെയ്തു, മായ്ച്ചു. ഓക്കെ, ഈ പോയിന്റ് എനിക്ക് കിട്ടി. എന്താണ് ഈ പോയിന്റ്, ഈ പോയിന്റാണ് എൻ്റെ എഫ് ഡാഷ് കോമ എ ഡാഷ്. പിന്നെ എന്ത് ചെയ്തു, വീണ്ടും ഇതേപോലെ ആർക്ക് എടുക്കുകയാണ്. ഏത് പോയിന്റ്, ഡി ഡാഷ് സി ഡാഷ് നിന്ന് ഇ ഡാഷ് പി ഡാഷ് ബി ഡാഷിലേക്ക് ആർക്ക് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, അതാണ് എന്ത് എൻ്റെ ഇ ഡാഷ് പി ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഏത് ആക്സിസ്, ഇവിടെ ഈ കാണുന്നത് ഈ ലൈൻ എന്താണ്, പെർപെൻഡിക്കുലർ ആണ് അല്ലെ. ഈ ലൈൻ മാത്രമാണ് ഇവിടെ പെർപെൻഡിക്കുലർ വന്നിരിക്കുന്നത്. ആ ലൈൻ ഞാൻ എടുത്തിട്ട് മുകളിലേക്ക് വരയ്ക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, നിങ്ങളുടെ കോമ്പസിൽ ഈ പോയിന്റ് എടുക്കുക, എഫ് ഡാഷ് എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക, ഒ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എ ഡാഷിൽ എൻ്റെ കോമ്പസിൻ്റെ മുന കുത്തിയിട്ട് ഒ ഡാഷിലേക്ക് ഞാൻ പെൻസിൽ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, സിമിലർലി ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഡി ഡാഷ് സി ഡാഷിൽ കുത്തിയിട്ട് ഒ ഡാഷിലേക്ക് എൻ്റെ പെൻസിൽ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, ദൈവനെ കിട്ടുന്നു. ഓക്കെ, അതേപോലെ ഇവിടുന്ന് താഴത്തേക്കും എനിക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, ഓക്കെ, ഇതാണ് എൻ്റെ ഒ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ്. എന്ത് ചെയ്യാം, ഇവനെ ജോയിൻ ചെയ്യിക്കുക.
അല്ലെങ്കിൽ എന്ത് ചെയ്യിക്കുക, നിങ്ങൾക്ക് ആദ്യം ഈ പറയുന്ന ലൈൻ ഏത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവനെ വരയ്ക്കുക. ഇവൻ പെർപെൻഡിക്കുലർ ആണ് അല്ലെ, ഇവൻ പെർപെൻഡിക്കുലർ ആണ്. ഏത് ഇ ഡാഷ് ബി ഡാഷ് ഇ ഡാഷ് പി ഡാഷ് ബി ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ലൈനിനെ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്യിച്ചാൽ മതി. ഇത് എഫ് ഡാഷ് ഐ ഡാഷ്ന്ന് ഒ ഡാഷിലേക്ക് ജോയിൻ ചെയ്യിക്കുക. അതുപോലെ ഡി ഡാഷ് സി ഡാഷ്ന്ന് ഒ ഡാഷിലേക്ക് ജോയിൻ ചെയ്യിക്കുക. എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ ആയിരിക്കും നമ്മുടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണത്? 45 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും എന്ത്, എൻ്റെ 45 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. ഓക്കെ, ഈ ആംഗിൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. എത്രയായിരുന്നു? ഇത് 30 ആയിരുന്നു. 30. ഓക്കെ ഓക്കെ, അപ്പോൾ 45 നമ്മൾ അങ്ങോട്ട് എടുത്ത് മാർക്ക് ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു? പ്രൊജക്ഷൻസ്, താഴേക്ക് പ്രൊജക്ഷൻ ഇടണമെന്ന് പറഞ്ഞു അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു? പ്രൊജക്ഷൻ ഇടുന്നു. ഇവിടുന്ന് താഴത്തേക്ക് വരച്ചു, ഇവിടുന്ന് താഴത്തേക്ക് വരച്ചു, ഇവിടുന്ന് താഴത്തേക്ക് വരച്ചു, ഇവിടുന്നും താഴത്തേക്ക് വരച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിനുശേഷം ഒരു സാധനം എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡി ഡാഷ് സി ഡാഷ് ആണ് എന്ത്, നിയറസ്റ്റ് പോയിന്റ് ടു എന്താണ്, എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. ആരെ പ്രൊജക്റ്റ് ചെയ്യണം? ഈ പറയുന്നവനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്തു, ബിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു. ബി വരെ. എവിടെ ബി ഉള്ളത്? ബി ഉണ്ടോ? ഇല്ല. ബി ഉണ്ടോ? ഇല്ല. ഓ യെസ്, ഇവിടെ ബി ഉണ്ടല്ലേ. അപ്പോൾ അവിടെ വരെ. ഓക്കെ, സോ ദിസ് ഇസ് മൈ ബി. ഓക്കെ, അടുത്ത എന്താണ്? എ സി എന്ന് പറയുന്ന ഈ പോയിന്റുകൾ ഇങ്ങോട്ടേക്ക്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, അല്ല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇവിടുന്നോട്ട് എടുത്താലും കണ്ടിന്യൂസ് ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇതിലേ കൂടെ വരുള്ളൂ. ഓക്കെ, നേരെ വന്നു. എ ഉണ്ടോ? എ ഉണ്ട്. എ മാർക്ക് ചെയ്തു. ഓക്കെ, സി ഉണ്ടോ? ഇല്ല. സി ഉണ്ടോ? ഉണ്ട്. സി ഉണ്ട്. സി മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്ത് ഇവിടുന്ന് വന്നു അല്ലേ, എഫ് ഡി. ഓക്കെ, വന്നു. എഫ് ഉണ്ടോ? യെസ്, എഫ് ഉണ്ട്. എഫ് മാർക്ക് ചെയ്തു. ഓക്കെ, ഡി ഉണ്ടോ? ഇല്ല. ഡി ഉണ്ടോ? യെസ്, ഡി ഉണ്ട്. ഡി മാർക്ക് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഇ ഉണ്ടോ? ഇല്ല. ഇ ഉണ്ടോ? യെസ്, ഇ ഉണ്ട്. ഇയും മാർക്ക് ചെയ്തു. ഓക്കെ, ഇയും മാർക്ക് ചെയ്തു. ഇനി എന്താണ്? ഒ പി അല്ലേ. ഒ പി നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. ഒ ഉണ്ടോ? പി ഉണ്ടോ? ഇല്ല. ഒ ഉണ്ടോ? പി ഉണ്ടോ? പി ഉണ്ട്. പി മാർക്ക് ചെയ്തു. ഓക്കെ, ഒ ഉണ്ടോ? പി ഉണ്ടോ? ഇല്ല. ഓവും മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസ്, ഇവിടെ ബേസ് എഡ്ജസ്റ്റും സ്ലാൻഡ് എഡ്ജസ്റ്റും മാത്രമല്ല, ലാറ്ററൽ എഡ്ജസ് അല്ല, സ്ലാൻഡ് എഡ്ജസ് എന്ന് അതിനെ പറയാം, ലാറ്ററൽ എഡ്ജസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസ് എഡ്ജസ് ഏതൊക്കെയാണ്? എല്ലാം നമുക്ക് നമ്മുടെ ആ ബേസ് ഫേസ് ഇരിക്കുന്നതിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലേ. അപ്പം ബേസ് എഡ്ജസ് ഏതൊക്കെയാണ്? എ ബി, ബി സി, സി ഡി, ഡി ഇ, ഇ എഫ്, എഫ് എ. എത്രയാണത്? എ ബി, ബി സി, സി ഡി, ഡി ഇ, ഇ എഫ്, എഫ് എ. പിന്നെയോ സ്ലാൻഡ് എഡ്ജസ് ഏതാണ്? എ ഒ, ബി ഒ, സി ഒ, ഡി ഒ, ഇ ഒ, എഫ് ഒ. എ ഒ, ബി ഒ, സി ഒ, ഡി ഒ, ഇ ഒ, എഫ് ഒ. 1 2 3 4 5 6. 1 2 3 4 5 6. എല്ലാം 6 തന്നെയാണ്. അവിടെയും 6 തന്നെയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോ എഡ്ജും എടുത്ത് നോക്കാം. ഇവൻ എന്താണോന്ന്, ഇപ്പം ബൗണ്ടറി ആണോ എന്ന് നോക്കാം. ഓക്കെ, ബൗണ്ടറി ആണെങ്കിൽ തിക്ക് വരച്ചേക്കാം. ഇപ്പോൾ എ ബി നോക്കി അല്ലേ. എ ബിയുടെ പുറത്തേക്ക് ലൈനുകളൊന്നുമില്ല, ഒരു ലൈനും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു എഡ്ജും ഇല്ല. ഉള്ളിലേക്കാണ് എല്ലാ എഡ്ജും. അപ്പം എ ബി എന്താണ്? ബൗണ്ടറി തന്നെ. ഈ ലൈൻ ഇല്ല എന്നല്ല കേട്ടോ, പ്രൊജക്ഷൻ ലൈൻ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ പുറത്ത്, എ ബിയുടെ പുറത്ത് എന്തില്ല? ഒരു എഡ്ജ് ഇല്ല. ഓക്കെ, അപ്പോൾ എ ബി എന്താണ്? ബൗണ്ടറിയാണ്. അപ്പോൾ എ ബിയെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ബി സി ബൗണ്ടറിയാണ്. അതുകൊണ്ടാണ് ഇപ്പുറത്തൊന്നുമില്ല. ഓക്കെ, പ്രൊജക്ഷൻ ലൈൻ ഉണ്ടോ എന്നല്ല ചോദിച്ചത്, എഡ്ജ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? ബി സി മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ബി സി ഞാൻ മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കാം, ഇവനോ അപ്പോൾ എ ഉണ്ടല്ലോ. അപ്പോൾ ഇവന്റെ പുറത്ത് എന്തുണ്ട്? എ ഉണ്ട്. അപ്പോൾ എനിക്ക് ബി സി മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ബി സി മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ബി സി ഇറേസ് ചെയ്തു. ഓക്കെ, അപ്പം വിട്ടു. സി ഡി ഏതാണ്? സി ഡി ഉള്ളിലാണ്. എങ്ങനെയാലും സി ഡി ഉള്ളിലാണ്, അത് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഡി ഇ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ വരയ്ക്കാം. ഡി എ എന്ത് ചെയ്യാം? എനിക്ക് ഇവിടെ വരച്ചു. ഓക്കെ,
ഡി എ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വരച്ചേക്കാം, ഡി എ വരച്ചേക്കാം. ഓക്കെ, പക്ഷെ എന്തുണ്ട് ഇവിടെ, ഈ ഇ ഒ എന്ന് പറയുന്നവനുണ്ട്. അപ്പോൾ ഇവൻ ബൗണ്ടറി ആണോ? അല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ അതും മായ്ച്ചു കളയും. ഓക്കെ, അതും മായ്ച്ചു കളയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആദ്യം തിന്നുകൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ തിന്നുകൊണ്ട് വളരെ തിന്നായിട്ടുള്ള ലൈൻ വരച്ചിട്ട് അത് തിക്കാണോ അല്ലയോ നോക്കാം. ഓക്കെ, അപ്പോൾ ഡി ഇയും പറ്റില്ല, ബി സിയും പറ്റില്ല. കാണുമ്പോൾ നമുക്ക് എഡ്ജ് ബൗണ്ടറി ആയി തോന്നും. പക്ഷേ ഈ ബി ഒ ഉള്ളത് കൊണ്ടും ഇ ഒ ഉള്ളത് കൊണ്ടും ഈ ഇ ഡിയും ബി സിയും നമുക്ക് പറ്റില്ല. പക്ഷെ എന്താണ്, ഈ എഫ് ഇ പറ്റും അല്ലേ? എന്ത് പറ്റും? ഇ എഫ് നമുക്ക് പറ്റും. എന്തുകൊണ്ടാണ്? അവനൊരു ബൗണ്ടറി ആണ് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, പുറത്തുനിന്ന് ലൈൻ ഉണ്ടോ? ഒരു ലൈനും വരാനില്ല. യെസ്. അടുത്ത എഫ് എയും എനിക്ക് ബൗണ്ടറി ആണ്, പുറത്തൊന്നുമില്ല. എഫ് എയും വരച്ചു. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ബൗണ്ടറി അല്ലാത്തവന്മാർ ഇത്രയും പേരാണ് ബൗണ്ടറി അല്ലാത്തവന്മാർ. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അടുത്ത എയോ ഉള്ളിലാണുള്ളത് അല്ലേ? അപ്പോൾ പുറത്തും ലൈൻ ഉണ്ട്, ഇപ്പുറത്തും ലൈൻ ഉണ്ട്. അപ്പോൾ എയോ എന്തല്ല, ബൗണ്ടറി അല്ല. അടുത്തോ ബിഒ പുറത്താണ്. ബിഒ വരയ്ക്കാം, ബിഒ വരച്ചു. സിഒ അല്ലല്ലോ, കാരണം പുറത്തും ഉണ്ട് ഉള്ളിലും ഉണ്ട്. അടുത്തെന്താണ്? ഡിഒവും അല്ല. എന്തുണ്ട്? പുറത്ത് എനിക്ക് ഒരുത്തനുണ്ട്, ഇഒ ഉണ്ട് അല്ലേ? അപ്പോൾ ഇഒ ആണ്, ഡിഒ അല്ല. എഫ്ഒന്റെ പുറത്തും ഒരുത്തനുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്ത ബൗണ്ടറി വരച്ചു കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈൻ. ആര് നോക്കുക? ഡി ഡാഷ് സി ഡാഷ് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാം ഡോട്ടഡ് ലൈൻ ഇടുക. ഓക്കെ, ആ ഡിയും സിയും തന്നെയുണ്ട്, അവൻ എന്ത് ചെയ്യുക? അവനെ ഡോട്ടഡ് ആയിട്ട് ഇടുക. ഡിയും സിയും ഒബ്വിയസ്ലി എന്താണ്? ഡി ഡാഷ് സി ഡാഷും നിയറസ്റ്റ് ആണ്. അപ്പോൾ ഡിയും സിയും എന്ത് തന്നെയാണ്? ഡോട്ടഡ് ആണ്. പിന്നെയോ സി വരുന്നത് സി ഡി ഉണ്ട്. ഓക്കെ, പിന്നെയോ സി വരുന്നത് സി ഒ ഉണ്ട്. ഓക്കെ, പിന്നെയോ സി കഴിഞ്ഞു അല്ലേ? ഇനി എന്താണ്? ഡി വരുന്നത് ഡി ഒ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ബി സി എന്തൊക്കെയാണത്? ബി സി നമ്മൾ മാർക്ക് ചെയ്തു. എന്ത്? ബി സി ഡോട്ടഡ് ഇട്ടു. ഓക്കെ, ബി സി നമ്മൾ ഡോട്ടഡ് ഇട്ട് കഴിഞ്ഞു. പിന്നെയോ സി ഡി നമ്മൾ ഡോട്ടഡ് ഇട്ട് കഴിഞ്ഞു. പിന്നെയോ ഡിഇയും എന്താണ്? ഡോട്ടഡ് ആണ്. ഡിഇ ഡോട്ടഡ് ഇട്ട് കഴിഞ്ഞു. അടുത്ത ഏതാ ഡോട്ടഡ് ഇട്ട്? നമ്മൾ സിഒ ഡോട്ടഡ് ഇട്ട് കഴിഞ്ഞു. സിഒ നമ്മൾ ഡോട്ടഡ് ഇട്ട് കഴിഞ്ഞു. പിന്നെയോ ഡിഒയും നമ്മൾ ഡോട്ടഡ് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, കാരണം ഇവരെല്ലാം ഡി വരുന്നവനും സി വരുന്നവനാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. സി വരുന്നവൻ പിന്നെയോ ഇവൻ ഡിഇ അത് ഡി വരുന്നവനാണ്. ഓക്കെ, ഇപ്പോൾ ഡി വരുന്നവനാണ്. സിഒ ഡിഒ അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എഡ്ജുകൾ ബാക്കിയുണ്ട്. ഉണ്ട്. എയോ ഉണ്ട്. എയോ എന്ത് ചെയ്യും? ഇതാണ് എയോ. അവന് തിക്കായിട്ട് വരയ്ക്കുക. എയോ എന്ത് ചെയ്യുക? തിക്കായിട്ട് വരയ്ക്കുക. അപ്പോൾ എയോയെ ഞാൻ എന്ത് ചെയ്യുന്നു? തിക്കായിട്ട് വരച്ചു. ഓക്കെ, അപ്പോൾ എയോ ആയി. പിന്നെയോ എഫ്ഒ ഉണ്ട്. എഫ്ഒന് എന്ത് ചെയ്യുക? തിക്കായിട്ട് വരയ്ക്കുക. ഡോട്ടഡ് ഇട്ട് ബൗണ്ടറി ഇടുക. അപ്പോൾ ആദ്യം സ്റ്റെപ്പുകൾ എങ്ങനെ? ബൗണ്ടറി പിന്നെ എന്താണ്? ഡോട്ടഡ്, പിന്നെയോ അതേഴ്സ്, തിക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ബൗണ്ടറി തിക്കായിട്ട് വരയ്ക്കുക. പിന്നെ ഡോട്ടഡ് ഏത് വരയ്ക്കുക? നിയറസ്റ്റ് ഉള്ളത് വരയ്ക്കുക. പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അതേഴ്സിന് ബാക്കി വരുന്നതെല്ലാം എന്ത് ചെയ്യുക? തിക്കായിട്ട് വരയ്ക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ഏതിനൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡാർക്കൺ ചെയ്ത് വരയ്ക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡാർക്കൺ ചെയ്ത് വരയ്ക്കണം, ഇതിനെ ഡാർക്കൺ ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അതേപോലെ ഇതിനെയും ഡാർക്കൺ ചെയ്യണം. സ്ലാൻഡ് ഹൈറ്റുകളെല്ലാം എന്ത് ചെയ്യണം? ഡാർക്കൺ ചെയ്യണം. ഇതിനെ ഡാർക്കൺ ചെയ്യണം. തിക്ക് ലൈൻസ് ആണ് വേണ്ടത്, തിക്ക് കണ്ടിന്യൂസ് ലൈൻസ് ആണ്. ഇതും എന്ത് തന്നെയാണ്? തിക്ക് കണ്ടിന്യൂസ് ലൈൻ ആണ്. ഇതും തിക്ക് കണ്ടിന്യൂസ് ലൈൻ തന്നെയാണ്. ഓക്കെ, അതേപോലെ ഇത് എല്ലാം ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവനെല്ലാം തിക്ക് കണ്ടിന്യൂസ് ലൈൻ കൊടുക്കുക. ഓക്കെ, അതേപോലെ ഇതിലെല്ലാം. ഓക്കെ, ഇത്രയും വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പടമായി. ഓക്കെ ആണല്ലോ? ഇത്രയും വരച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ പടം കഴിഞ്ഞു. ഓക്കെ, ഇത്രയും വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പടം കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പോൾ തിക്കൻ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇത് ഒരു ടൈപ്പാണ്. എന്താണ്? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത് ഒരു ടൈപ്പാണ്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ഹോംവർക്കാണ്. ഹെക്സഗണൽ പിരമിഡ് തന്നെയാണ്. ബേസ് എഡ്ജ് 40 mm ആണ്. ഇവിടെ എന്തായിരുന്നു? ഇവിടെയും 40 mm ആണ്. ആൾട്ടിറ്റ്യൂഡ് 80 ആണ്. ഓക്കെ, ഒന്നും മാറ്റമില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്തതിൻ്റെ നമുക്ക് അതിൻ്റെ വാല്യൂസ് ഒന്ന് മാറ്റിയേക്കാം.
ഓക്കെ 40 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ബേസ് എഡ്ജിനെ 35 എന്നാക്കാം. ഓക്കെ ദിസ് ഇസ് 35 mm. ഓക്കെ 80 എന്നുള്ളത് 70 ആക്കാം, 70 mm. ഇത് 30 ഡിഗ്രി. ഓക്കെ ഇത് 30 ഡിഗ്രി. ഓക്കെ ഓക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതും എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് 2 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ